നമ്മളുടെ കയ്യിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, നമ്മളുടെ കൂടെ ഒരുപാട് ആൾക്കാരും ഉണ്ട്. എന്നാലും അതൊന്നും പറ്റാതെ ബെറ്റർ വേറെ ഉണ്ടാവുമെന്നും പറഞ്ഞുകൊണ്ട് അത് തേടി പോകുന്ന ഒരവസ്ഥ അത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരാളാണോ നിങ്ങൾ? ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരമുണ്ട്. സ്റ്റോറീസ് വിത്ത് അക്ഷയിൽ കൂടെ അക്ഷയപ്രകാശാണ്. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് മനുഷ്യന്മാരുടെ ഈ ഒരു ഗ്രീഡിനെ കുറിച്ചിട്ടാണ്. അല്ലെങ്കിൽ എന്താണ് കയ്യിലുള്ളതിൻ്റെ വാല്യൂ മനസ്സിലാക്കാത്ത മനുഷ്യന്മാരെ കുറിച്ചിട്ടാണ്, അല്ലെങ്കിൽ അത് മനസ്സിലാക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ന്യൂ ഇയർ ഒക്കെ ആണല്ലേ, എല്ലാവരും ഹാപ്പി ന്യൂ ഇയറിലേക്ക് കിടന്നു. യെസ്, 2024 ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ഒക്കെ എടുത്തോ? അല്ലെങ്കിൽ ഇമാതിരി പരിപാടിയൊന്നും ഇതിനൊന്നും യോജിപ്പില്ല എന്ന് പറയുന്ന ആൾക്കാരാണോ? അല്ലെങ്കിൽ എന്താ പറയുക, ഞാൻ അടിപൊളിയാണ്, ഇനി നന്നാവാനായിട്ടൊന്നും ഇല്ല എന്നൊക്കെ പറയുന്ന ആൾക്കാരാണോ? എന്തായാലും ഇത്തവണത്തെ ന്യൂ ഇയർ റെസൊല്യൂഷനായിട്ട് നമുക്ക് ഈ ഒരു കാര്യം എടുത്താലോ. അതായത് കൂടെയുള്ള ആൾക്കാരെ, അല്ലെങ്കിൽ കൂടെ ഉള്ളതിനെ, അല്ലെങ്കിൽ കയ്യിലുള്ളതിനെ നമുക്ക് സ്നേഹിച്ചാലോ. പണ്ട് ചോളക്കാട്ടിൽ പോയ ഒരു കുട്ടിയുടെ ഒരു കഥയുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട്. കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് ഒരു ഗ്രാമത്തിൽ ഒരു ചോളക്കാടുണ്ട്. ചോളം അറിയാലോ, നമ്മൾ ഈ പോപ്കോണൊക്കെ കഴിക്കാറില്ലേ, അതാണ് ചോളം. പോപ്കോൺ അല്ല, കോൺ. ഓക്കെ, അതാണ്. അയ്യോ, ആ ഒരു ചോളക്കാട്ടിൽ ചോളക്കാടല്ല ഗ്രാമം, ആ ഒരു ഗ്രാമത്തിൽ ഒരു കുട്ടിയുണ്ട്. ആ കുട്ടിയാണ് നമ്മുടെ ഒരു മെയിൻ ലീഡ് എന്ന് പറയുന്നത്. അങ്ങനെ കുട്ടി ഒരു ദിവസം ഈ ഒരു വലിയൊരു ചോളക്കാട്ടിലേക്ക് പോവുകയാണ്. കുട്ടി ഒരു ചോളം കണ്ടു, അതിനെടുത്തു. എന്നിട്ട് നല്ല ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അതിങ്ങനെ നോക്കിയിട്ട് നല്ല ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കുട്ടി വിചാരിച്ചു, ഇനിയിപ്പോൾ കുറച്ചുകൂടെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതിലും ബെറ്റർ ഉണ്ടാവില്ലേ എന്ന് വിചാരിച്ചിട്ട് കുട്ടി അങ്ങോട്ടേക്ക് നടന്നു. ആദ്യം കണ്ടതിലും കുറച്ചുകൂടെ വണ്ണുള്ള നല്ലൊരു ചോളം കണ്ടു. അപ്പോൾ അതെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യത്തിനെക്കാട്ടി ബെറ്റർ ആയിട്ടാണ് കുട്ടിക്ക് അത് തോന്നിയത്. അപ്പോൾ അതെടുക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, കുറച്ച് മുന്നോട്ട് പോയി. അപ്പോൾ വീണ്ടും വേറെയും കുറേ ചോളങ്ങളൊക്കെ ഉണ്ട്. അതിലും വലുതായിട്ടും ചെറുതായിട്ടൊക്കെ ഉള്ള ചോളങ്ങളൊക്കെ ഉണ്ട്, നല്ലതായിട്ടൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ കുട്ടി അതിൽ രണ്ടാമതും എടുത്ത് ഒരു സാധനം എടുത്തിട്ട് തിരിച്ചു വരികയാണ്. അപ്പോൾ കുട്ടിയുടെ മനസ്സിൽ മൊത്തം ആ ഫസ്റ്റ് കണ്ട ഒരു സാധനമാണ്. അതായത് ഫസ്റ്റ് കണ്ട ആ ഒരു ചോളത്തിനെ പറ്റിയിട്ടാണ് കുട്ടിയുടെ മനസ്സിൽ മൊത്തം വരുന്നത് എന്നുള്ളത്. ഇനി ഇതിനെക്കാളും ബെറ്റർ അത് തന്നെ ആയിരിക്കുമോ എന്നുള്ള തോട്ട്സൊക്കെയാണ് കുട്ടിയുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് എന്നുള്ളത്. കുട്ടിയെ കൺഫ്യൂസ്ഡ് ആവാനായിട്ട് തുടങ്ങി. ആദ്യം കയ്യിലുണ്ടായതിനെ നഷ്ടപ്പെടുത്തിയല്ലോ എന്നുള്ളൊരു സങ്കടമായി. സെയിം വിത്ത് റിലേഷൻഷിപ്പ്. കൂടെ ഉണ്ടായ ടൈമിൽ നമ്മൾ പലരും അവരെ മനസ്സിലാക്കുന്നില്ല എന്നുള്ളത്, അവരെ തിരിച്ചറിയുന്നില്ല എന്നുള്ളത്. പിന്നീട് അവരില്ലാത്തൊരു സിറ്റുവേഷൻ കയറി വരുമ്പോൾ ആവും ആ ഒരു മൊമെൻ്റ് ഉണ്ടാവുന്നത്. ഭയങ്കരമായ മിസ്സിങ് ഒക്കെ ഫീൽ ചെയ്യുന്നത്, സംസാരിക്കാനായിട്ട് ആരുമില്ലാത്തൊരവസ്ഥ എന്ന് പറയുന്നത്. നമ്മൾ മിസ് ചെയ്യുമ്പോൾ ആവും അതിന് അത്രയും വാല്യൂ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു കാര്യം നമ്മളത് മനസ്സിലാക്കുന്നത് എന്നുള്ളത്. ആൻഡ് ഇഫ് യു ആർ സമൺ ഫേസിങ് ദ സെയിം, നിങ്ങൾ വാല്യൂ ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ ടു ലീവ്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോ റിലേഷൻഷിപ്പ് ഈസ് 50-50. റിലേഷൻഷിപ്പ് 50-50 ആണ്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും. പക്ഷേ ഇറ്റ്സ് നോട്ട് അബൌട്ട് 50-50, ഇറ്റ്സ് അബൌട്ട് ബാലൻസ്. ചിലപ്പോൾ 60-40 ആയിരിക്കാം, ചിലപ്പോൾ 80-20 ആയിരിക്കാം, ചിലപ്പോൾ 100-0 വരെ ആയിരിക്കാം. സീരിയസ്ലി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ 50ലേക്ക് എങ്ങനെ എത്തും എന്നുള്ളതാണ്, അതിലേക്ക് എങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അതിനുള്ള ആ ഒരു എഫേർട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ തന്നെ അതൊരു സക്സസ്ഫുള്ളാണ്. ആ ഒരു സംഭവം ഭയങ്കര സക്സസ്ഫുള്ളാണ് എന്നുള്ളത്. നിങ്ങൾ ആ റിലേഷൻഷിപ്പിന് വാല്യൂ എടുക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു മീനിങ് എന്ന് പറയുന്നത്. ആ 50ലേക്ക് എത്തിക്കാനായിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു മിസ്റ്റേക്സൊക്കെ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ റെഡിയാണ്, ലേൺ ചെയ്യാനായിട്ട് റെഡിയാണ് എന്നുള്ളതൊക്കെ അതിൻ്റെ ഒരു മീനിങ് എന്ന് പറയുന്നത് നിങ്ങളതിൽ ഉണ്ട് എന്നുള്ളതിന് കാരണമാണ്, അല്ലെങ്കിൽ നിങ്ങളതിൽ എഫേർട്ട് എടുക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു കാരണമാണ്. പിന്നെ നേരത്തെ പറഞ്ഞ ബെറ്റർ വേറെ ഉണ്ടാവുമെന്നൊക്കെ പറഞ്ഞ് അതിനെ തേടി പോകുന്ന ഒരു സ്റ്റേജ് ഉണ്ടല്ലോ, ആ അവസ്ഥയും ഭയങ്കര ശോകമാണ്. കാരണം നമ്മൾ കൂടെയുള്ളതിൻ്റെ വാല്യൂ മനസ്സിലാക്കാനായിട്ട് പറ്റാത്തതുകൊണ്ടാണ്. റിലേഷൻഷിപ്പിൻ്റെ കേസിൽ നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ മുകളിലിടുന്ന ഇൻവെസ്റ്റ്മെൻറ്റ്, അതിപ്പോൾ ടൈം ആവട്ടെ, എഫേർട്സ് ആവട്ടെ, ലവ് ആവട്ടെ, കെയർ ആവട്ടെ, മണി ആവട്ടെ, എന്ത് തന്നെ ആയാലും അത് റെസിപ്രോക്കേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ വി ആർ വേസ്റ്റിംഗ് അവർ ടൈം. ടേക്കൻ ഫോർ ഗ്രാൻഡഡ് എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. നേരെ തിരിച്ച് ഇവർ ഒരുപാട് എഫേർട്ട് ഇട്ട് ഒരുപാട് കഷ്ടപ്പെട്ട് നേടിയെടുത്ത ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ അത് അവർക്ക് അത്രയും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരിക്കും എന്നുള്ളത്, അതിനുള്ള വാല്യൂ അവർ കൊടുക്കും എന്നുള്ളത്. ആൻഡ് വേറൊരു കാര്യം കൂടി, അതായത് വേറൊരു സൈഡ് കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. അതായത് എന്തുകൊണ്ടായിരിക്കും മനുഷ്യർ നമ്മളെ വാല്യൂ ചെയ്യാത്തത് എന്നുള്ളത്. മെയിൻ റീസൺ ഈസ് ദാറ്റ് യു ആർ നോട്ട് ഇൻട്രസ്റ്റിംഗ് ടു ദം. അതായത് പറഞ്ഞു വന്നത്, നിങ്ങളെന്താണ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പേഴ്സണാണ് എന്നല്ല, അവരെ സംബന്ധിച്ച് അവരുടെ ഒരു വ്യൂവിൽ നമ്മൾ ഇൻട്രസ്റ്റിംഗ് അല്ലാത്തതുകൊണ്ടായിരിക്കാം. ആൻഡ് മോർ ഓവർ നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ബാക്കിയുള്ളവരുടെ അപ്രൂവലിന് തേടി പോവുകയാണ് എന്നുള്ളതാണ്. അതായത് നിങ്ങളിൽ തന്നെ കൊടുക്കേണ്ട ഒരു വാല്യൂ ഉണ്ട്, അതൊന്നും നിങ്ങൾ കൊടുക്കുന്നില്ല. ബാക്കിയുള്ളവരുടെ അപ്രൂവലിന് വേണ്ടിയിട്ട്, ബാക്കിയുള്ളവർ നമ്മളെ പറ്റി നല്ലത് പറയണം എന്ന് മാത്രം ചിന്തിച്ചുകൊണ്ട് അവരുടെ അപ്രൂവൽ ഉണ്ടായാൽ മാത്രമേ നടക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജീവിക്കുന്നതുകൊണ്ടാണ്. പ്ലീസ് ഡോണ്ട് ഡു ദിസ്. ഓഫ് കോഴ്സ് നിങ്ങളൊരു ഗുഡ് കോംപ്ലിമെൻറ്റ് നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്യുന്നുണ്ടാവും. പക്ഷേ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്
നോട്ട് എവ്രി വൺ ആർ ഹാപ്പി വിത്ത് യുവർ സക്സസ്, യുവർ അച്ചീവ്മെൻറ്റ്സ്. ബാക്കിയുള്ള എല്ലാവരും നിങ്ങളുടെ ഒരു സക്സസ്സിലോ നിങ്ങളുടെ അച്ചീവ്മെൻറ്റ്സിലോ ഹാപ്പി ആവണം എന്നൊന്നുമില്ല. അവർക്ക് അവരുടേതായ കാര്യങ്ങളുണ്ട്. പക്ഷെ നിങ്ങൾ ബാക്കിയുള്ളവരുടെ അപ്രൂവലിന് വേണ്ടി നിന്ന് കഴിഞ്ഞാൽ യു കാൻ ഡു എനിത്തിങ് ഇൻ യുവർ ലൈഫ്. അത്രയേ ഉള്ളൂ. ബാക്കിയുള്ളവർ വരും അല്ലെങ്കിൽ ഒരു ഫേസ്റ്റ് മൂവ് എടുക്കും എന്ന് ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് പാടില്ല. അതാണ് വേറൊരു കാര്യം എന്ന് പറയുന്നത്. കാരണം എന്താണ്, നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കേണ്ടത് നിങ്ങൾ തന്നെ ആണെന്നുള്ളതാണ്, നിങ്ങൾ മാത്രമാണെന്നുള്ളതാണ്. ആൻഡ് വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നിങ്ങളുടെ അഭിപ്രായത്തിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുക എന്നുള്ളത്. ആൻഡ് സിമിലർ ഇൻട്രസ്റ്റുള്ള ആൾക്കാരെ കണ്ടെത്തുക എന്നുള്ളത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം അവർക്ക് നിങ്ങളെ മനസ്സിലാക്കാനായിട്ട് ചിലപ്പോൾ പറ്റി എന്ന് വരും. ആൻഡ് അവർ കുറച്ചുകൂടെ എൻഗേജ്ഡ് ആയിരിക്കും നിങ്ങളിൽ എന്നുള്ളത്. ആൻഡ് നിങ്ങളെ വാല്യൂ ചെയ്യാത്ത അല്ലെങ്കിൽ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യാത്ത മനുഷ്യരിൽ നിന്ന് മാറി നടന്നു പോവുക എന്നുള്ളത് മാത്രമാണ്. അതിങ്ങനെ പഠിക്കാം, മാറി നടന്നു പോവുക, ഇങ്ങനെ മാറി നടന്നു പോകാനായിട്ട് പഠിക്കാം എന്നുള്ളതാണ്. ആൻഡ് പുതിയ ഫ്രണ്ട്സിനെ കണ്ടെത്താം, പുതിയൊരു ഹോബി കണ്ടെത്താം, എൻഗേജ്ഡ് ആയിരിക്കുക എന്നുള്ളതാണ്. അതാണ് അൾട്ടിമേറ്റ് എന്ന് പറയുന്നത് എന്നുള്ളത്. സോ ഇത്രയൊക്കെയാണ് ഈ ഒരു എപ്പിസോഡിൽ പറയാനായിട്ടുള്ളത്. കൂടെ ഉള്ളതിൻ്റെ വാല്യൂ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പഠിക്കാം, അതിനായിട്ട് നമുക്ക് ശ്രമിക്കാം. ആൻഡ് ഇഫ് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ വേറെ ആളുടെ കൂടെ അത് ഫീൽ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ഡിസിഷൻസ് അത് എടുക്കാം. അപ്പോൾ ഡോണ്ട് എവർ ഫീൽ ഗിൽറ്റി, ബി പ്രൗഡ് ഫോർ യുവർ ഡിസിഷൻ. ആൻഡ് യെസ്, ഇത്രയൊക്കെ തന്നെയാണ് പറയാനായിട്ടുള്ളത്. ന്യൂ ഇയർ ആയിട്ട് എല്ലാവരും അടിപൊളിയായി സ്വന്തം ഡ്രീംസിനൊക്കെ വേണ്ടി വർക്ക് ചെയ്യും. അപ്പോൾ നമ്മൾ കൂടെയുള്ളതിനെ സ്നേഹിക്കാനായിട്ട് പഠിക്കൂ, അതിന് വാല്യൂ കൊടുക്കാനായിട്ട്, അതിന് റെസ്പെക്റ്റ് കൊടുക്കാനായിട്ട് പഠിക്കൂ. അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സ്റ്റോറീസ് അക്ഷയാണ്, കൂടുതൽ അക്ഷയ് പ്രകാശാണ്. അപ്പോൾ പുതിയൊരു എപ്പിസോഡിൽ പുതിയൊരു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ, ബൈ.